നമ്മൾ മുമ്പ് പഠിച്ച റിലേഷൻസ് ഓരോ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഓരോന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും. നമുക്ക് നോക്കാം. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഇവിടെ I ഈക്വൽ ടു NAVDE, ഇത് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻ കിട്ടിയതാണ്. പക്ഷേ VD എന്ന് പറയുന്നത് EE/m × τ, ആ ഒരു ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടു ആരാ, V/L ആണ്. ഇത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ NAVDEയിൽ VDൻ്റെ അവിടെ എന്ത് കൊടുക്കുക, EE/m × τ കൊടുക്കുക. അവിടെ ഈൻ്റെ അവിടെ V/L കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അവിടെ ഒരു V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ വീൻ്റെ അവിടെ താഴോട്ട് ഐയും ബാക്കിയുള്ളത് ഇങ്ങോട്ടും കൊണ്ടുപോയാൽ V/I ഈക്വൽ ടു ML/A × NE² × τ എന്നാണ് കിട്ടുക. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓംസ് ലോ നമ്മൾ കിട്ടിയ റിലേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഇവിടെ കിട്ടിയാലോ. എന്താ അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കിട്ടിയ, R ഈക്വൽ ടു ML/ANE² τ എന്നാണ് കിട്ടിയത്. പക്ഷേ R ഈക്വൽ ടു ρL/A എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ എല്ലും എയും ഉണ്ടല്ലോ, L/A ഇവിടെ ഉണ്ട്. അതല്ലാത്ത ആൾ എടുത്തു കഴിഞ്ഞാൽ റോ കിട്ടും. അപ്പോൾ റോൻ്റെ ഇക്വേഷൻ എന്താ വരിക, M/NE² × τ. ആരെ M എന്ന് പറഞ്ഞാൽ മാസ്സാണ്, N ആരെ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ആരെ N നമ്പർ ഡെൻസിറ്റി ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോള്യം. E² എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്, ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈമാണ്. അപ്പോൾ നമുക്ക് റോൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. വേറെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റിയത് I ഈക്വൽ ടു NAVDE ആണ്. I/A ഈക്വൽ ടു NVDE. J I/A എന്ന് പറഞ്ഞാൽ J ആണ്. അപ്പോൾ VDൻ്റെ ഇക്വേഷൻ കൊടുത്താൽ N × EE/m × τ × E എന്ന് പറഞ്ഞാൽ NE² τ/m × E. ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. M/NE² × τ റോ ആണ്. അപ്പോൾ അവിടെ E/ρ എന്ന് വരും. ആ 1/ρനെ മാറ്റിയിട്ട് വേണമെങ്കിൽ സിഗ്മ E എന്ന് എഴുതാം. ഇതാണ് കറൻറ്റ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ. J ഈക്വൽ ടു സിഗ്മ E. അപ്പോൾ ഇതൊക്കെ ഓരോ ഇക്വേഷൻസ് ആണ്, ഓരോന്നും ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാൻ സുഖമാണ്. ഓരോ ഇക്വേഷനും മാറാതെ ഇങ്ങനെ നമ്മളെ കയ്യിൽ വേണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്ന അടുത്തൊരു കാര്യം മൊബിലിറ്റിയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് മൊബിലിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, അതിനെയാണ് നമ്മൾ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊബിലിറ്റി അതിൻ്റെ സിമ്പലാണ് മ്യൂ. മ്യൂവിൻ്റെ ഇക്വേഷൻ വരിക VD/E എന്നാണ്. മൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, VD/E. ആ VDയെ നമുക്ക് വേണമെങ്കിൽ EE/m × τ എന്ന് എഴുതാം. അപ്പോൾ അവിടെ ആ ക്യാപിറ്റൽ E ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പോൾ മൊബിലിറ്റിയുടെ ഇക്വേഷൻ E × τ/m എന്നും കൂടെ എഴുതാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് കണ്ടു. ആ എല്ലാ ഇക്വേഷൻസും കൂടെ പഠിക്കുകയാണെങ്കിൽ ഒന്ന് I ഈക്വൽ ടു Q/T, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N ഉം E യും തന്നു കഴിഞ്ഞാൽ NE/T എന്ന് എഴുതാം. J ഈക്വൽ ടു I/A, അല്ലെങ്കിൽ ജെയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താ, J ഈക്വൽ ടു സിഗ്മ E. ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓംസ് ലോ V ഈക്വൽ ടു IR. കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ I ഈക്വൽ ടു NAVDE. J ഈക്വൽ ടു I/A കൊടുത്തു കഴിഞ്ഞാൽ J ഈക്വൽ ടു NVDE. ജെൻ്റെ മറ്റൊരു ഇക്വേഷൻ സിഗ്മ E. അടുത്തത് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R ഈക്വൽ ടു ρL/A. അതിൽ തന്നെ റോൻ്റെ ഇക്വേഷൻ M/NE² × τ. M/NE² × τ. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ ആ റോൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. M/NE² × τ × L/A, ρL/A. അതേപോലെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ E ഈക്വൽ ടു V/L. മൊബിലിറ്റി VD/E അല്ലെങ്കിൽ E × τ/m. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് അല്ലേ. ഇനി നമുക്കറിയാനുള്ളത് കളർ കോഡ് ഫോർ കാർബൺ റെസിസ്റ്റേഴ്സ് ആണ്.
നമ്മൾ സാധാരണ സർക്യൂട്ടിലൊക്കെ ഘടിപ്പിക്കുന്ന റെസിസ്റ്റർ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു 2 വയറുണ്ടാവും, അതിന് നടുക്ക് ഒരു സോളിഡ് പാർട്ട് ഉണ്ടാവും, അതിന് കുറേ കളറുകളൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ സാധാരണ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റേഴ്സ്. അതിനെ നമ്മൾ വിളിക്കുന്നത് കാർബൺ റെസിസ്റ്റേഴ്സ് എന്നാണ്. അതുമ്പോൾ കുറേ കളറുകൾ ഉണ്ടാവും. ഈ കളറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പറയാൻ കഴിയും. അപ്പോൾ ആ കളർ കോഡാണ് നമ്മൾ നോക്കുന്നത്, കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ. കളർ കോഡ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ഉപയോഗിക്കുന്നത്. കാർബൺ റെസിസ്റ്റേഴ്സ് ആർ കോമ്പാക്റ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്. വളരെ ചെറുതാണ്, എക്സ്പെൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുക കാർബൺ റെസിസ്റ്റർ. അവിടെ ഉണ്ടോ 4 കളറുകളുണ്ട്, A, B, C, D. ഈ 4 കളറുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ കഴിയും. അതിൽ ഫസ്റ്റ് 2 കളേഴ്സ് കറസ്പോണ്ട് ടു ഫിഗേഴ്സ്. ആദ്യത്തെ 2 കളറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു 50 ഓം പറയുകയാണെന്ന് കരുതുക. അതിൽ 50 എന്ന ആദ്യത്തെ 2 സംഖ്യകളെ സൂചിപ്പിക്കുന്നതാണ് ആദ്യത്തെ 2 കളറുകൾ. തേർഡ് കളർ റെപ്രസെൻറ്റ്സ് മൾട്ടിപ്ലയർ. മൂന്നാമത്തെ കളർ എന്ന് പറയുമ്പോൾ 50 × 10⁻³ ഓം ആണെന്ന് കരുതുക. ആ 10⁻³ നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 10⁻³ ഓം എന്ന് കാണിക്കണം, ആ മൾട്ടിപ്ലയർ ആണ് മൂന്നാമത്തെ കളർ കാണിക്കുന്നത്. ഫോർത്ത് കളർ റെപ്രസെൻറ്റ്സ് ടോളറൻസ്. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാൽ പോലും അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ആ വേരിയേഷൻ ചിലപ്പോൾ കൂടാം കുറയാം. അപ്പോൾ എത്ര ശതമാനം കൂടാം അല്ലെങ്കിൽ എത്ര ശതമാനം കുറയാനുള്ള സാധ്യത ഉണ്ട്, അതിനെയാണ് ടോളറൻസ് എന്ന് വിളിക്കുന്നത്. ടോളറൻസിനെ കാണിക്കുന്നതാണ് നാലാമത്തെ കളർ. അപ്പോൾ ഞാൻ 50 × 10⁻³ ±10% ഓം, ഇങ്ങനെയായിരിക്കും നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുക. ആ 10%-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോളറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കളറുകൾ നോക്കാം. ബ്ലാക്ക് വന്നാൽ നമ്പർ, ആദ്യത്തെ 2 നമ്പർ ഉണ്ടല്ലോ, ബ്ലാക്ക് വന്നാൽ ആ നമ്പർ കാണിക്കുന്നത് 0 ആണ്. ബ്ലാക്ക് മൾട്ടിപ്ലയറിൻ്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ അത് 10⁻0 ആണ്. 10⁻0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ടോളറൻസിന് അത് ഉപയോഗിക്കണില്ല ബ്ലാക്ക്. ബ്രൗണ് അതിൻ്റെ നമ്പർ 1 ആണ്, മൾട്ടിപ്ലയർ 10⁻1 ആണ്. റെഡ് 2 10⁻², ഓറഞ്ച് 3 10⁻3, യെല്ലോ 4 10⁻4, ഗ്രീൻ 5 10⁻5, ബ്ലൂ 6 10⁻6, വയലറ്റ് 7 10⁻7, ഗ്രേ 8 10⁻8, വൈറ്റ് 9 10⁻9. ഗോൾഡ് മൾട്ടിപ്ലയറിലോ ആ ഒരു നമ്പറിലോ വരില്ല, ടോളറൻസിൽ വരുന്ന ആളാണ്, 5%. സിൽവർ ആണെങ്കിൽ 10%, നോ കളർ ആണെങ്കിൽ 20%. നോ കളർ എന്ന് പറഞ്ഞാൽ നാലാമത്തെ കളർ ഉണ്ടാവില്ല, അതിനർത്ഥം ടോളറൻസ് 20% ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഓർത്ത് വെക്കണമെങ്കിൽ ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഓർത്ത് വെക്കുക. B.B. Roy of Great Britain has a very good wife wearing gold silver necklace. B.B. Roy, B.B. 2 കളറുകളാ, ആദ്യത്തെ 2 കളർ ആരൊക്കെയാ? ബ്ലാക്ക് ബ്രൗണ്. റോയ് ആരാ? റെഡ് ഓറഞ്ച് യെല്ലോ. ഓഫിനൊന്നുമില്ല. ഗ്രേറ്റിലെ ജി വരുന്നത് ഗ്രീൻ ആണ്. പിന്നെ ബ്രിട്ടനിലെ ബി വരുന്നത് ബ്ലൂ ആണ്. ഹാസിനൊന്നുമില്ല. വെരി വി വരുന്നത് വയലറ്റ് ആണ്. ഗുഡിലെ ജി വരുന്നത് ഗ്രേ ആണ്. വൈഫിലെ ഡബ്ല്യു വരുന്നത് വൈറ്റ് ആണ്. വിയറിങ്ങിലൊന്നുമില്ല. ഗോൾഡ് സിൽവർ നെക്ലേസ് നോ കളർ. അപ്പോൾ നമ്മളെ കോഡ് എന്ന് പറയുന്നത് B.B. Roy ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. അത് ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാം പറയുക. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ B.B. ബ്ലാക്ക് ബ്രൗൺ, റോയ് റെഡ് ഓറഞ്ച് യെല്ലോ. B.B. Roy ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഗ്രേറ്റ് ഗ്രീൻ, ബ്രിട്ടൻ ബ്ലൂ, ഹാസ് എ വെരി 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 വയലറ്റ് ഗുഡ്, നമുക്ക് വരുന്നത് വെരി ഗുഡ് ഗ്രേ. വൈഫിലെ ഡബ്ല്യു വൈറ്റ്. വിയറിങ് ഗോൾഡ് സിൽവർ നെക്ലേസ്, ഗോൾഡ് സിൽവർ നോ കളർ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കളർ കോഡുകൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് അവിടെ ഒരു കളർ കോഡ് തന്നിട്ടുണ്ട്. ഓറഞ്ച് ബ്ലൂ ഗ്രീൻ. നാലാമത്തെ കളറോ അവിടെ ഇല്ല, അത് നോ കളറാണ്. അപ്പോൾ ഓറഞ്ച് നോക്കിക്കോളൂ കേട്ടോ. B R O
വൈ. അപ്പോൾ നമ്മളെ ഓറഞ്ച് വരുന്നത് നോക്കിയാൽ BBRO, നാലാമത്തെ ആൾ അല്ലേ. അപ്പോൾ 0 1 2 3. അപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 3 ആണ്, അത് നമ്പറാണ്, 3 എന്ന് എഴുതി. ഇനി ബ്ലൂ നോക്കാം. ബി, ഇത് ബ്ലാക്കും ബ്രൗണാണ്. BBROY, BB റോയ് ഓഫ് ഗ്രേറ്റ്. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ബ്രിട്ടനിലാണ് ഏഴാമത്തത് ബ്ലൂ. അപ്പോൾ ഏഴാമത്തത് എന്ന് പറഞ്ഞാൽ 0 എന്ന് തുടങ്ങുമ്പോൾ 6 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടി 36 ആണ്. ഇൻറ്റു ഇനി മൾട്ടിപ്ലയറാണ് ഗ്രീന് വരുന്നത്. അപ്പോൾ ആ ഗ്രീന് വരുമ്പോൾ BBROY, BB റോയ് ഓഫ് ഗ്രേറ്റ്, ആറാമത്തതാണ് ഗ്രീന് എന്ന് പറഞ്ഞാൽ നമ്പർ 5 ആയിരിക്കും, 0 എന്ന് തുടങ്ങുന്നതുകൊണ്ട്. മൾട്ടിപ്ലയറാണ്, അപ്പോൾ 10⁵. ഇനി നോ കളറിൻ്റെ ടോളറൻസ് എത്രയാണ്? 20% ആണ്. ഗോൾഡിൻ്റെത് 5, സിൽവർ 10%, നോ കളർ 20%. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കളർ കോഡും ടോളറൻസും കാര്യങ്ങളൊക്കെ നോക്കി എഴുതുന്നുണ്ടാവുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരാം, അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതിലെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറയും, ആ പറഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക കേട്ടിട്ട് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, IV graph for a metallic wire at 2 different temperatures T1 and T2 is shown in the figure below. Which of the 2 temperatures is lower and why? ആദ്യം ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് IV ഗ്രാഫ് ആണോ VI ഗ്രാഫ് ആണോ എന്ന് നോക്കണം. Y ആക്സിസിലാരാ I ആണ്, X ആക്സിസിലാരാ V ആണ്. അപ്പോൾ സ്ലോപ്പ് കാണുമ്പോൾ Y/X I/V എന്നാണ് കിട്ടുക. ആരാ I/V എന്നറിയോ? ഓംസ് ലോ 1/R ആണ്, റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ സ്ലോപ്പ് കൂടുതലായിരിക്കാം T1-നാണ്. T1-ന് സ്ലോപ്പ് കൂടുമ്പോൾ 1/R കൂടുതലാണ്. 1/R കൂടുതലാണെങ്കിൽ R കുറവായിരിക്കും, അപ്പോൾ R1 കുറവാണ്. T2 സ്ലോപ്പ് കുറവാണ്, അപ്പോൾ 1/R2 കുറവാണ്, R2 കൂടുതലാണ്. അപ്പോൾ ഇതിൽ R2 കൂടുതലും R1 കുറവാണെന്നും മനസ്സിലായി. R2 കൂടുതലാണ്, R1 കുറവാണ്. ഇതൊരു മെറ്റാലിക് വയറാണ്. മെറ്റാലിക് വയർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇതിൽ ഏത് റെസിസ്റ്റൻസാണ് കൂടുതൽ? R2 ആണ്. R2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആരാ? T2 ആണ്. അപ്പോൾ T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. ഇങ്ങനെയാണ് അതിന് ആൻസർ പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് കറന്റ് വേഴ്സസ് വോൾട്ടേജ് ഫോർ എ മെറ്റീരിയൽ ഗാലിയം ആഴ്സനൈഡ് നോൺ ഓമിക് റെസിസ്റ്റർ ആണ് അല്ലേ. ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഐഡന്റിഫൈ ദ റീജിയൺ ഓഫ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഒന്നാമത്തെ പോയിന്റ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് എവിടെയാണ്? ഏതാ റീജിയൺ വരുന്നത്? നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത് നോക്കിയാൽ മതി. നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത് DE എന്ന പോർഷനിലാണ്. DE എന്ന പോർഷനിൽ നെഗറ്റീവ് സ്ലോപ്പാണ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ്. രണ്ടാമത്തത്, വേർ ഓംസ് ലോ ഈസ് ഒബെയ്ഡ്. ഓംസ് ലോ ഒബേ ചെയ്യുന്നത് ലീനിയർ പോർഷൻ ആവണം. കുറച്ചെങ്കിലും ഒരു ലീനിയർ പോർഷൻ വരുന്നത് Bക്കും Cക്കും ഇടയിലാണ്. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും ലീനിയർ വരുന്നത് B കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയിട്ടുള്ള BC എന്ന ആ റീജിയനിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Why are alloys used for making standard resistance coils? സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ അലോയ്സ് ഉപയോഗിക്കാനുള്ള കാരണം, അലോയ്സിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് 0 ആണ്. അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് അലോയ്സ് ആണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ അതിന് എക്സാമ്പിൾസ് ആണ് മാംഗനിൻ. ആരാണ്? മാംഗനിൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റാൻ. ഇത് രണ്ടും അലോയ്സ് ആണ്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2 മെറ്റീരിയൽസ് സിലിക്കൺ ആൻഡ് കോപ്പർ. എന്താ ഈ സിലിക്കണിൻ്റെയും കോപ്പറിൻ്റെയും പ്രത്യേകത? സിലിക്കൺ സെമി കണ്ടക്ടറാണ്, കോപ്പറോ മെറ്റലാണ്.
ആർ കൂൾഡ് ഫ്രം, ടെമ്പറേച്ചർ കൂട്ടി എന്നല്ല പറഞ്ഞത്, കുറച്ചു എന്നാണ് പറഞ്ഞത്. കൂൾഡ് ഫ്രം 300 Kelvin to 60 Kelvin. വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ ദ റെസിസ്റ്റിവിറ്റി? നോക്കൂ, സെമി കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറഞ്ഞോ അതോ കൂടിയോ? ടെമ്പറേച്ചർ കുറഞ്ഞു, അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി കൂടും. ആർക്ക്? സിലിക്കണ്. കോപ്പറിന് നേരെ ഓപ്പോസിറ്റാണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും. അപ്പോൾ ഒന്ന് മെറ്റലാണ്, മറ്റൊന്ന് സെമി കണ്ടക്ടറാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, when electrons drift in a metal from lower to higher potential, does it mean that all the free electrons of the metal are moving in the same direction? ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എല്ലാ ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ വരുന്നത് തെർമൽ വെലോസിറ്റി ആണ്. ആരാണ്? തെർമൽ വെലോസിറ്റി. പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ്. ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എല്ലാവരും മൂവ് ചെയ്യുന്നുണ്ടാവുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻ എ കണ്ടക്ടർ. ആരാ മൊബിലിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. റൈറ്റ് ഇറ്റ് SI യൂണിറ്റ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ SI യൂണിറ്റ് ആരാ? മീറ്റർ പെർ സെക്കൻഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെതോ വോൾട്ട് പെർ മീറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിലോ ന്യൂട്ടൺ പെർ കൂളംബ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ വോൾട്ട് പെർ മീറ്റർ, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ പെർ കൂളംബ്. അതാണ് SI യൂണിറ്റ് വരിക. സെവൻത്ത് ക്വസ്റ്റ്യൻ, the relaxation time tau is nearly independent of applied electric field, whereas it changes significantly with temperature T. First fact is responsible for Ohm's law, whereas the second fact leads to variation of rho with temperature. Elaborate why? ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലും ടെമ്പറേച്ചർ കൂട്ടിയാലും അവിടെ വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോഴാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടായത്. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓർഡർ വരുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്നാൽ ടെമ്പറേച്ചർ കൂട്ടിയാലും ഈ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി ഒരു ഓർഡർ വരുന്നത് 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലും ടെമ്പറേച്ചർ കൂട്ടിയാലും വെലോസിറ്റി ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റിയുടെ ഓർഡർ 10⁻⁻⁴ ആണ്. എന്നാൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വെലോസിറ്റിയുടെ ഓർഡർ 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വെലോസിറ്റി കൂടുതൽ ഏതിലാണ് വരുന്നത്? ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ആ ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി വരുമ്പോൾ അപ്പോൾ റിലാക്സേഷൻ ടൈമും വെലോസിറ്റിയും ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, വെലോസിറ്റിയുടെ ഓർഡർ 10⁻⁻⁴ 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ റിലാക്സേഷൻ ടൈമിൽ വരുന്ന മാറ്റം വെലോസിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് റെസിസ്റ്റിവിറ്റിയിലായിരിക്കും. ഏതിലാണ്? റെസിസ്റ്റിവിറ്റി. കാരണം ടെമ്പറേച്ചർ കൂട്ടുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റിയിലെ ചേഞ്ച് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചറിൻ്റെ കേസിലാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സെക്കൻഡ് ഫാക്ട് ലീഡ്സ് ടു വേരിയേഷൻ ഓഫ് റോ വിത്ത് ടെമ്പറേച്ചർ. ഇലാബറേറ്റ് വൈ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ത് ചെയ്യുന്ന ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? m/ne² × τ അതാണ് വരുന്നത്. അപ്പോൾ m/ne² × τ, ആ ne² × τ എന്നുള്ളത് താഴെയാണ് വരുന്നത്. അപ്പോൾ റിലാക്സേഷൻ ടൈം കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കുറയും. ഇതാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നോക്കൂ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു ഡ്രോ ഫ്രം ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ഓൺ എ റെസിസ്റ്റർ മെയ്ഡ് ഓഫ് അലോയ് മാംഗനീൻ? എന്താ ഈ അലോയിൻ്റെ പ്രത്യേകത? അതിൽ തന്നെ മാംഗനീൻ്റെ പ്രത്യേകത.
Alpha is almost 0 and independent of temperature, resistivity and resistance. അപ്പോൾ ആ മാംഗനീനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വോൾട്ടേജും കറൻറ്റും ഒക്കെ ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത് അല്ലേ. കറൻറ്റ് വോൾട്ടേജ് ഇത് തന്നു കഴിഞ്ഞാൽ എന്താ ഓംസ് ലോ? V/I ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണ്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V/I ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ V/I ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നാണ് ഓംസ് ലോ. അപ്പോൾ നമ്മളിതിൽ ഓരോ കേസിലും V/I എടുക്കുക. ഓരോ കേസിലും V/I എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഓംസ് ലോ ഒബേ ചെയ്യാൻ കാരണം V/I നമ്മൾ എല്ലാത്തിലും എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയാം. രണ്ടാമത്തത്, ഇത് നമ്മൾ വോൾട്ടേജൊക്കെ കൂട്ടിയപ്പോഴും ഇതിൻ്റെ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയി നിന്നതുകൊണ്ട് മാംഗനിനെ നമുക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നും കൂടെ മനസ്സിലാവും. 9th question. A metal rod of square cross-sectional area A having length L has current I flowing through it. ഇതാണത് ഒന്നാമത്തെ പിക്ചർ. ഇതിൻ്റെ ഏരിയ എ, അതിൻ്റെ ലെങ്ത് L, അതിലൂടെ I എന്ന കറണ്ട് പോകുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. When a potential difference of V volt is applied across its ends, now the rod is cut parallel to its length. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. into two identical pieces. രണ്ട് ഐഡൻറ്റിക്കൽ പീസ് കിട്ടി. ആൻഡ് ജോയിൻറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ 2. എന്നിട്ട് ഇതുപോലെ കണക്ട് ചെയ്തു. വാട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മസ്റ്റ് ബി മെയിൻറ്റൈൻഡ് അക്രോസ് ദ ലെങ്ത് ഓഫ് 2L സോ ദാറ്റ് ദ കറൻറ്റ് ഇൻ ദ റോഡ് ഈസ് സ്റ്റിൽ I. ആദ്യത്തെ I തന്നെ ആവണം. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്രയാ? L. ഇവിടുത്തെ ഏരിയ എത്രയാ? A. പക്ഷേ ഈ ഒരു പിക്ചറിൽ വരുമ്പോൾ ലെങ്ത് എത്രയാവും? 2L ആവും അല്ലേ. ഏരിയയോ പകുതിയിലാണ് മുറിച്ചാൽ A/2 എന്നാവും ഏരിയ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? R ഈക്വൽ ടു റോ L/A. ആദ്യത്തെ റെസിസ്റ്റൻസ് അതാ റോ L/A. ഇനി നമ്മൾ കട്ട് ചെയ്താൽ റോ മാറൂല. അപ്പോൾ അടുത്തതിൽ R' ഈക്വൽ ടു റോ 2L/A/2 എന്നാ വരിക. റോ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ A/2. അപ്പോൾ 2 മേലെ പോകും. അപ്പോൾ 4 ഇൻറ്റു റോ L/A എന്ന് കിട്ടും. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്? 4R. ആദ്യത്തെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ആരാണ്? 4R എന്നാ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ കറണ്ട് തന്നെ അവിടെ നിൽക്കണമെങ്കിൽ എത്രയായിരിക്കണം? V എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് എഴുതാം ഓംസ് ലോ ഉപയോഗിച്ചിട്ട് V ഈക്വൽ ടു IR, അല്ലെങ്കിൽ I ഈക്വൽ ടു ആരാ? V/R ആണ്. I ഈക്വൽ ടു V/R. അപ്പോൾ അടുത്തതിൽ എഴുതുമ്പോൾ V ആണ് അപ്ലൈ ചെയ്തതെങ്കിൽ V/4R എന്നാണ് വരിക. പക്ഷെ നമുക്ക് പണ്ടത്തെ I തന്നെ കിട്ടണമെങ്കിൽ ആ V എന്താവണം എന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 4V/4R ആണെങ്കിൽ I എന്നെ കിട്ടൂലേ? ആദ്യത്തെ I എന്നെ കിട്ടും. അപ്പോൾ ആദ്യത്തത് V ആണെങ്കിൽ അടുത്ത വോൾട്ടേജ് എത്രയാവണം? 4V ആവണം. എന്നാലാണ് സെയിം കറണ്ട് കിട്ടുക. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. A conductor of length L is connected to a DC source of potential difference V. If the length of the conductor is tripled, length L ഉള്ളത് 3L ആക്കി, by gradually stretching it, അത് നമ്മളിങ്ങനെ വലിച്ചു നീട്ടുകയാണ്. കീപ്പിംഗ് V constant, V മാറിയിട്ടില്ല. How will drift speed of electrons and resistance of the conductor be affected? Justify your answer. നോക്കൂ, രണ്ട് കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ലെങ്ത് ആണ് മാറിയത് അല്ലേ. ലെങ്ത് എത്രയായി? സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ച് ചെയ്താൽ നോക്കൂ, സ്ട്രെച്ച് ചെയ്തിട്ട് 3 ടൈംസ് ആയി. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രിഫ്റ്റ് വെലോസിറ്റി നോക്കാം. എന്തായിരുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ? E/m ഇൻറ്റു ടോ. അതിൽ ഈന് എന്തെഴുതാം? V/L എഴുതാം. അപ്പോൾ E ഇൻറ്റു V/mL ഇൻറ്റു ടോ എന്ന് കിട്ടും അല്ലേ. അതിൽ V കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കോൺസ്റ്റൻ്റാണ്. L ആണ് മാറുന്നത്. L എത്രയായി? 3L ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/L ആണ്. അപ്പോൾ ഇനി നമുക്ക് L 3L ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എത്രയാവും? ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് 1/3 ആവും. അപ്പോൾ ആദ്യത്തെ ലെങ്ത് L ആണ്. അപ്പോൾ VD ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എങ്കിൽ
3L ആക്കുമ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് VD/3 ആയിട്ട് മാറും. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസറായി. രണ്ടാമത്തതിൻ്റെ ആൻസർ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ബി എഫക്റ്റഡ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അവിടെ ശ്രദ്ധിക്കണം, ഈ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, വലിച്ചു നീട്ടുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നോക്കൂ, ലെങ്ത് മാറി എത്രയായി? 3 times ആയി. 3 times ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഏരിയനെ കുറിച്ച് അവിടെ വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏരിയനെ കുറിച്ച് മിണ്ടാതെ ലെങ്ത് സ്ട്രെച്ച് ചെയ്തിട്ട് ഇത്ര ടൈംസ് ആയി എന്ന് പറയുമ്പോൾ വോള്യം കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. വോള്യം കോൺസ്റ്റൻ്റ് ആവുമ്പോൾ നോക്കണം, ഞാൻ ആദ്യം തന്നെ ഒരു റിലേഷൻ പറഞ്ഞു തരാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ L/A, അതാണ് ഒരു ഇക്വേഷൻ. അപ്പോൾ ലെങ്ത്തിനും ഏരിയക്കും എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി? L/A. ഒന്നാമത്തെ പോയിന്റ്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? L/A. അടുത്തത് നോക്കിക്കോളൂ, ലെങ്ത് സ്ട്രെച്ച് ചെയ്തു എന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, ഏരിയനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വോള്യം കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം അത് പഠിപ്പിക്കുകയാണ് നിങ്ങളെ. ലെങ്ത് മാത്രമാണ് തന്നതെങ്കിൽ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L². ഏരിയ മാത്രമാണ് തന്നതെങ്കിൽ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A². ലെങ്ത് മാത്രമാണ് തന്നതെങ്കിൽ എങ്ങനെയാ കാണുക? R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L². ഏരിയ മാത്രമാണ് തന്നതെങ്കിൽ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A². അപ്പോൾ ആ 3 കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തത് രണ്ടും കൂടെ തന്നാൽ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A. ലെങ്ത് മാത്രം സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് മാത്രം തരുമ്പോൾ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L². ഏരിയ മാത്രം തരുമ്പോൾ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A². ഇത് നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A, ലെങ്ത് മാത്രമാകുമ്പോൾ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L², ഏരിയ മാത്രമാകുമ്പോൾ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A². ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. എങ്ങനെ വന്നു എന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ വോള്യം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും ലെങ്ത് എല്ലും എടുത്തു കഴിഞ്ഞാൽ വോള്യം ഈക്വൽ ടു A × L ആണ്. A × L ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വോള്യം V എന്ന് കൊടുത്താൽ നോക്കിക്കോളൂ കേട്ടോ. R ഈക്വൽ ടു റോ L/A. ഏരിയ തന്നിട്ടില്ലല്ലോ, ആ ഏരിയനെ ഞാൻ മാറ്റുകയാണ്. A × L വോള്യം, വോള്യം/L കൊടുത്താൽ മതി. എന്ത് കൊടുത്താൽ മതി? വോള്യം/L. അപ്പോൾ R ഈക്വൽ ടു റോ L/വോള്യം/L. ആ L മുകളിൽ വരും. അപ്പോൾ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? L². ഇനി നേരെ തിരിച്ച് ഏരിയ മാത്രമേ തന്നിട്ടുള്ളൂ, L തന്നിട്ടില്ല എങ്കിൽ നോക്കൂ, R ഈക്വൽ ടു റോ L/A. L മാറ്റണം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ വോള്യത്തിൽ നിന്ന് ഏരിയ L ഈക്വൽ ടു വോള്യം/A. ആ വോള്യം/A അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R ഈക്വൽ ടു റോ വോള്യം/A ഇൻറ്റു A, വോള്യം/A². R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A². ആ 3 കാര്യങ്ങളൊന്ന് R ഈക്വൽ ടു റോ L/A, R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L², R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A². ആ പോയിന്റ് മറക്കരുത്. റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? 3 ട്രിപ്പിൾ ചെയ്താൽ എന്ത് സംഭവിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L, അടുത്ത റെസിസ്റ്റൻസ് 3L ആണ്. അപ്പോൾ 3L² വരും. 3L² എടുക്കുമ്പോൾ എന്ത് വന്നു? 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസ് 6 ആണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 9R ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ ആൻസർ ഞാൻ ഇതിൻ്റെ കൂടെ തരാം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. 11. പിന്നെ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണമായിരിക്കും, നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാൻ നോക്കൂ. 11. Using the concept of drift velocity of charge carriers in a conductor, deduce the relationship between current density and resistivity of the conductor. നമുക്ക് കിട്ടിയിരുന്നു J ഈക്വൽ ടു സിഗ്മ ഇ അല്ലെങ്കിൽ J ഈക്വൽ ടു E/ρ. എവിടുന്ന് തുടങ്ങി നമ്മൾ? I ഈക്വൽ ടു NaVdE എന്ന് തുടങ്ങുക. NaVdEയിൽ I/A J. അപ്പോൾ J ഈക്വൽ ടു NVdE. VDയുടെ ഇക്വേഷൻ കൊടുക്കുക, E/m × τ. ആ ഈനെ നമ്മൾ മാറ്റുന്നു, V/L കൊടുക്കുന്നു അല്ലേ? ആ V/L കൊടുക്കുമ്പോൾ നമുക്കവിടെ റെസിസ്റ്റിവിറ്റിയുടെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇലക്ട്രിക് ഫീൽഡിനെ മാറ്റണ്ട, ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ വെച്ചോളൂ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ വരും അവിടെ. എന്താ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ? M/ne² × τ. അതവിടെ വരുമ്പോഴാണ് നമ്മളത് തിയറി ഭാഗത്ത് ചെയ്ത പോലെ തന്നെ J ഈക്വൽ ടു E/ρ അല്ലെങ്കിൽ J ഈക്വൽ ടു സിഗ്മ ഇ എന്ന് കിട്ടും. 12. എ വയർ ഓഫ് റെസിസ്റ്റിവിറ്റി റോ
എ വയർ ഓഫ് റെസിസ്റ്റിവിറ്റി റോ. ശ്രദ്ധിക്കണം, റെസിസ്റ്റൻസ് അല്ല റെസിസ്റ്റിവിറ്റിയാ. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ റെസിസ്റ്റൻസ് ആണ്, ഇവിടെ ആരാ? റെസിസ്റ്റിവിറ്റി ആണ്. ഈസ് സ്ട്രെച്ച്ഡ് ടു 3 times its length. ലെങ്ത് ട്രിപ്പിൾ ചെയ്തു. വാട്ട് വിൽ ബി ഇറ്റ്സ് ന്യൂ റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എൽ ആൻഡ് എ. അത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ലെങ്ത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യൂല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാക്കിയുള്ള നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ മാത്രമാണ്. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇൻ വാട്ട് മാനർ ഡു ദ റിലാക്സേഷൻ ടൈം ഇൻ ദ ഗുഡ് കണ്ടക്ടർ ചേഞ്ച് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? ടെമ്പറേച്ചർ കൂടിയാൽ വെലോസിറ്റി കൂടുമോ കുറയുമോ? വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ രണ്ടാളുകൾ ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് വന്ന് അടുത്ത ഒരാളുമായി കൂട്ടിയെടുക്കുന്നതിനിടയിലുള്ള ടൈം പറയാം, റിലാക്സേഷൻ ടൈം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ റിലാക്സേഷൻ ടൈം എന്ത് ചെയ്യും? കുറയും. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ വെലോസിറ്റി കൂടും, റിലാക്സേഷൻ ടൈം എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണ് വരിക. 13ാമത്തെ ക്വസ്റ്റ്യൻ. യു ആർ റിക്വയർഡ് ടു സെലക്ട് എ കാർബൺ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് 47 kilo ohm ±10% from a large collection. What should be the sequence of color bands used to code it? 47 kilo. കിലോ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻³ അപ്പോൾ മൾട്ടിപ്ലയർ 10⁻³ ആണ്. ±10%. നോക്കാം. 4 നമ്പർ നോക്കാം. ബി ആർ ഒ വൈ. ഈ 5-ലെത്തുമ്പോഴേ 4 ആവുള്ളൂ. അപ്പോൾ ബി ആർ ഒ വൈ. 4 ആരാ? യെല്ലോ. 7 നോക്കാം. 7 ബി ആർ ഒ വൈ. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി 8ാമത്തതാണ്. 0 വരുമ്പോഴേ അത് 7 8ാമത്തെ ആവുള്ളൂ. വെരി വയലറ്റ് ആണ്. കിലോ 10⁻³ 3 എന്ന് വരണം. ബി ആർ ഒ. 4ാമത്തെ ആൾ ഓ, ഓറഞ്ച് ആണ്. ±10%. 5 10. ഗോൾഡ് സിൽവർ ആണ് വരിക. ടോളറൻസ് കേട്ടോ, സിൽവർ. റൈറ്റ് 2 characteristics of manganese which make it suitable for making standard resistances. മാംഗനീൻ ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻ. ഇവരാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്മോൾ വാല്യൂ ഫോർ ആൽഫ. അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അടുത്ത പോയിന്റ്, അതുകൊണ്ട് ഇവരുടെ റെസിസ്റ്റൻസ് ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. deduce a relation between current I flowing through a conductor and drift velocity Vd of the electrons. I equal to NAVDE. പ്രൂവ് ചെയ്യാൻ നമ്മൾ തിയറിയിൽ കൃത്യമായി പറഞ്ഞതാണ്. അടുത്ത് നോക്കൂ, വെരി ഇമ്പോർട്ടൻറ്റ്. ഫിഗർ ഷോസ് എ പ്ലോട്ട് ഓഫ് കറന്റ് I flowing through the cross section of a wire versus the time t. Use the plot to find the charge flowing in t2 second through the wire. അപ്പോൾ ഇതിലൂടെയുള്ള ടോട്ടൽ എന്ത് ചെയ്യണം? ചാർജ് ഫ്ലോയിങ് കാണണം. ആരൊക്കെയാ തമ്മിലുള്ള ഗ്രാഫ് നോക്കിയാ? ഐയും ടിയും ആണ്. ആരൊക്കെ തമ്മിലാണ്? ഐയും ടിയുമാണ് തമ്മിലുള്ള ഗ്രാഫ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചാർജ് ഫ്ലോയിങ് കാണണം. നോക്കാം. T2 ടൈമിൽ ഇവിടെ I ഈക്വൽ ടു എന്താ ഇക്വേഷൻ? dq/dt. ശ്രദ്ധിക്കണം, I ഈക്വൽ ടു dq/dt. ഡിഫറൻഷ്യൽ വരുന്നത് ആരൊക്കെയാ? ക്യൂവും ടിയും. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് QT ഗ്രാഫ് ഗീവ്സ് കറന്റ്. I equal to dq/dt. സ്ലോപ്പ് ഓഫ് QT ഗ്രാഫ് ഗീവ്സ് കറന്റ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടും ഏരിയ അണ്ടർ കറന്റ് ടൈം ഗ്രാഫ് ഗീവ്സ് ചാർജ്. എങ്ങനെ പറയാ? I equal to dq/dt. എങ്ങനെ പറയുക? ഇതൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ +1 ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ അസൈൻമെന്റ് കൊടുത്തത് ഇതായിരുന്നു. ഇത് പറയിപ്പോൾ. അപ്പം നിങ്ങളത് മറക്കാൻ പാടില്ല. ഡിഫറൻഷ്യൽ ഫോമിൽ വന്നാൽ I equal to dq/dt. സ്ലോപ്പ് ഓഫ് QT ഗ്രാഫ് ഗീവ്സ് കറന്റ്. ഇനി ഐയും ടിയും ഏരിയ അണ്ടർ IT ഗ്രാഫ് ഗീവ്സ് ചാർജ്. അപ്പോൾ ഇത് IT ഗ്രാഫാണ്. ഏരിയ അണ്ടർ IT ഗ്രാഫ് ഗീവ്സ് എന്താണ്? ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് താഴെ ഏരിയ കാണണം. ആദ്യം ഒരു ട്രയാങ്കിൾ ഉണ്ട്. എങ്ങനെ നമ്മൾ ഏരിയ കാണുക? ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബേസ് വരുന്നത് T1 ഇൻറ്റു ഹൈറ്റ് വരുന്നത് I1. ഹാഫ് BH കിട്ടി. പ്ലസ് അടുത്ത ഏരിയ റെക്ടാങ്കിളിൻ്റെതാണ്. റെക്ടാങ്കിളിൻ്റെത് T2 - T1 ഇൻറ്റു I1. T2 - T1 ഇൻറ്റു I1.
ആ രീതിയിലാണ് നമുക്ക് ഏരിയ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ഫ്ലോയിങ് കിട്ടും. ഏരിയ അണ്ടർ ഐ ടി ഗ്രാഫ് ഗീവ്സ് ചാർജ്. Define relaxation time of free electrons drifting in a conductor. How it is related to the drift velocity of free electrons. Use this relation to deduce the expression for the electrical resistivity of the material. ആരാണ് റിലാക്സേഷൻ ടൈം? മീൻ ഫ്രീ പാത്ത് ഡിവൈഡഡ് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി. രണ്ട് കൊളീഷനിടയിൽ സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുക. ഡിവൈഡഡ് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൊടുത്താൽ ആര് കിട്ടും? റിലാക്സേഷൻ ടൈം. അതെങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ. ആ റിലേഷൻ നമുക്ക് കിട്ടിയാൽ യൂസ് ദിസ് റിലേഷൻ ടു ഡെഡ്യൂസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. റോ എങ്ങനെയാ ഡിറൈവ് ചെയ്യാം? നമ്മൾ അവിടെ തിയറി ഭാഗത്ത് കാണിച്ചതാണ്. എം ബൈ എൻ ഇ സ്ക്വയർ ഇൻറ്റു ടോ എന്നുള്ളത് ഡിറൈവ് ചെയ്യാം. Find the relation between drift velocity and relaxation time of charge carriers in a conductor. Drift velocity E by m into tau. അത് ഡിറൈവ് ചെയ്യാൻ. A conductor of length L is connected to a DC source of EMF E. EMF E അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വോൾട്ടേജ് ആണെന്ന് സങ്കല്പിക്കൂ. If the length of the conductor is tripled by stretching it. ലെങ്ത് നമ്മൾ എന്ത് ചെയ്തു? 3 times ആക്കി. Keeping E constant. വോൾട്ടേജ് മാറ്റിയിട്ടില്ല. Explain how its drift velocity would be affected. അപ്പോൾ ലെങ്ത്തുമായിട്ട് നമുക്കറിയാം എങ്ങനെയാ റിലേഷൻ വരുന്നത്. EMF കോൺസ്റ്റന്റ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇ ബൈ എം ഇൻറ്റു ടോ. ആ ഇൻ്റെ അവിടെ അത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇത് EMF ആണ്. ആ EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി ബൈ എൽ എന്നാക്കുക. എല്ലിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി ആണ്. എൽ 3L ആക്കി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി 1/3 ആവും. 17. Define the term of drift velocity. ഏത് ആവറേജ് വെലോസിറ്റി ബൈ വിച്ച് ആൻ ഇലക്ട്രോൺ ഈസ് ഡ്രിഫ്റ്റഡ് ഫ്രം വൺ എൻഡ് ടു അതർ എൻഡ് ബൈ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ റെസിസ്റ്റിവിറ്റി. റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ഇൻറ്റു ടോ ഡിറൈവ് ചെയ്യാൻ. In terms of number density, number density small n of free electrons and relaxation time tau, on what factors does resistivity of a conductor depend? അവിടെ നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറയാം. റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ഇൻറ്റു ടോ. മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് n പറയാം. നമ്പർ ഡെൻസിറ്റി അത് ചിലപ്പോൾ മെറ്റീരിയലിൽ മാറാം. ഇ സ്ക്വയർ ഇൻറ്റു ടോ റിലാക്സേഷൻ ടൈം ഇതിനെ പറയാം. അപ്പം നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. പിന്നെ ആര് കൂടെ നമുക്ക് പറയാം? Temperature. Why alloys like constant and manganese are used for making standard resistors? Alpha is small and positive, independent of resistance. അത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ചോദ്യം വരാം. Plot a graph showing temperature dependence of resistivity for a typical semiconductor. How is this behavior explained? നോക്കൂ, റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ സെമി കണ്ടക്ടറുമായിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയാ വരിക. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റെക്ടാങ്കുലർ ഹൈപ്പർബോള പോലെ ഇങ്ങനെയാ വരിക. അപ്പോൾ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യണം? കുറയണം. ആ രീതിയിലാണ് വരിക. ഹൗ ഈസ് ദിസ് ബിഹേവിയർ എക്സ്പ്ലെയിൻഡ്? അത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ 2 ബാൻഡുകളുണ്ട്. അത് നിങ്ങളിപ്പോൾ എഴുതണ്ട, പഠിക്കണ്ട. 2 വാലൻസ് ബാൻഡും അതേപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡും. ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുക. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ എനർജി ഗ്യാപ്പ് കുറയും. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പെട്ടെന്ന് ഇലക്ട്രോണിന് ചാടാൻ കഴിയും. ഈ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ എത്തുമ്പോഴാണ് കറണ്ട് ഫ്ലോ നടക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മളത് പറയുക. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മളത് പഠിക്കുക. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അവിടുത്തെ എനർജി ഗ്യാപ്പ് കുറയും. ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. അതുവഴി കണ്ടക്ഷൻ കൂടും. അതാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ് കണ്ടക്ടിവിറ്റി കൂടുന്നു എന്ന് പറയാൻ കാരണം. അതിപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഹെൻസ് ഡെഡ്യൂസ് ഓംസ് ലോ. അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. 90th 2ാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട. ഏരിയ വേരി ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരില്ല. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ശ്രദ്ധിക്കണം. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ നമുക്ക് കൂടുതൽ വരുന്നത് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. എന്തായിരുന്നു നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വന്നത്? R2 = R1 × 1 + α ΔT. ആ ഒരു ഇക്വേഷനാണ് വന്നിരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 conductors are made of same material.
സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ റോ സെയിമാ ആൻഡ് ഹാവ് ദ സെയിം ലെങ്ത് സെയിമാ. കണ്ടക്ടർ എ ഈസ് എ സോളിഡ്. അപ്പോൾ ലെങ്ത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ലെങ്ത് അവിടെ തന്നിട്ടുണ്ട്, അത് സെയിം ആണ്. കണ്ടക്ടർ എ ഈസ് എ സോളിഡ് വയർ ഓഫ് ഡയമീറ്റർ 1 mm. ഒന്നാമത്തെ കണ്ടക്ടറിന്റെ ഡയമീറ്റർ 1 mm ആണ്. കണ്ടക്ടർ ബി ഈസ് എ ഹോളോ ട്യൂബ് ഓഫ് ഔട്ടർ ഡയമീറ്റർ 2 mm ആൻഡ് ഇന്നർ ഡയമീറ്റർ 1 mm. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് RA to RB. അപ്പോൾ R ഈക്വൽ ടു റോ L ബൈ എ. ലെങ്ത്തും റോയും സെയിം ആയതുകൊണ്ട് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. അപ്പോൾ RA ബൈ RB ഈക്വൽ ടു AB ബൈ AA എന്നാ വരിക. അപ്പോൾ AB എടുക്കുമ്പോൾ AB എന്ന് പറഞ്ഞാൽ ഹോളോ ട്യൂബാ. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ഔട്ടർ ഡയമീറ്ററും ഇൻ്റർ ഡയമീറ്ററും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്തത്തെ പൈ ആർ സ്ക്വയർ മൈനസ് ഉള്ളിലത്തെ പൈ ആർ സ്ക്വയർ കൊടുക്കണം. അതാണ് ഏരിയ. പൈ ആർ സ്ക്വയർ ഔട്ടർ മൈനസ് പൈ ആർ സ്ക്വയർ ഇന്നർ, അത് കൊടുക്കുമ്പോഴാണ് RAB കിട്ടുക. ബിയുടെ ഏരിയ ഡിവൈഡഡ് ബൈ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ, കാരണം അത് സോളിഡാ, ട്യൂബല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുക. 21 എ വയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 21 നോട്ട് ചെയ്ത് വെച്ചോളൂ. എ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത് ബൈ 5%. ഇങ്ങനെ പേഴ്സൻറ്റേജ് തന്നാൽ ആ പേഴ്സൻറ്റേജിൽക്കൊന്ന് നോക്കിയാൽ അത് 10%-നേക്കാൾ കുറവാണ്. ഇങ്ങനെ 10%-നേക്കാൾ കുറവാണെങ്കിൽ ചെയ്യണമെന്ന് നോക്കിക്കോ. വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത് ബൈ 5%. കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ്. ലെങ്ത് കൂടി എന്ന് പറഞ്ഞു, ഏരിയനെ കുറിച്ച് മിണ്ടിയോ? ഇല്ല. അപ്പോൾ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ. അങ്ങനെ L സ്ക്വയർ ആണെങ്കിൽ L സ്ക്വയർ ആണെന്ന് മനസ്സിലാവുകയും പേഴ്സൻറ്റേജ് 5% ആണ്. 10%-നേക്കാൾ താഴെയാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു അല്ലേ? R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ ആണെങ്കിൽ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈക്വൽ ടു പവർ ഇൻറ്റു പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. പവർ എത്രയാ? 2. അപ്പോൾ 2 ഇൻറ്റു പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത്, 2 ഇൻറ്റു പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാ? 5. അപ്പോൾ എത്രയാ? 10% എന്നാണ് കിട്ടുക. അപ്പോൾ കാൽക്കുലേറ്റ് ദ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്, നോക്കി വെക്കണം. 22 അറ്റ് റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ തന്നു. ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് 100 ohm. അപ്പോൾ R1-ഉം T1-ഉം കിട്ടി. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എലമെൻറ്റ് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി 117 ohm? R2 കിട്ടി. Given that the temperature coefficient of the material of the resistance is 1.7 into 10⁻⁻⁴ per degree Celsius. ആൽഫ കിട്ടി. R1 ഉണ്ടോ? ഉണ്ട്. R2 ഉണ്ടോ? ഉണ്ട്. T1 ഉണ്ടോ? ഉണ്ട്. ആൽഫ ഉണ്ടോ? ഉണ്ട്. T2 കാണണം. R2 ഈക്വൽ ടു R1 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ആരാ ഡെൽറ്റ ടി? T2 മൈനസ് T1. അതിന് ആ T2 കണ്ടുപിടിക്കുക വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 23. A heating element using nichrome connected to a 230 volt supply draws an initial current of 3.2 ampere. വോൾട്ടേജ് എത്രയാ? 230. അതൊരു കോൺസ്റ്റൻ്റാ. ആര് കോൺസ്റ്റൻ്റ് ആണ്? 230 കോൺസ്റ്റൻ്റ് ആണ്. സപ്ലൈ ഡ്രോസ് ആൻ ഇനീഷ്യൽ കറണ്ട് ഓഫ് 3.2 ampere. അപ്പോൾ അവിടുത്തെ കറണ്ട് വന്നത് 3.2 ആണ്. വിച്ച് സെറ്റിൽസ് ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ് ടു എ സ്റ്റഡി വാല്യൂ ഓഫ് 2.8. അത് സംഭവിക്കും. നമ്മൾ ആദ്യം കിട്ടുന്ന കറണ്ട് ആവില്ല പിന്നെ കിട്ടുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ചൂടാവും. അതേപോലെ ഈ റെസിസ്റ്ററുകൾ ചൂടായി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ആ കറണ്ട് കുറയണതാണ് ആ ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് സെയിമാ. അപ്പോൾ ആ ആദ്യത്തെ വോൾട്ടേജും ആദ്യത്തെ കറണ്ട് ഉപയോഗിച്ചിട്ട് R1 കാണാം. അതേ വോൾട്ടേജും രണ്ടാമത്തെ കറണ്ട് ഉപയോഗിച്ചിട്ട് R2 കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടി? R1-ഉം കിട്ടി, R2-ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റഡി ടെമ്പറേച്ചർ ഓഫ് ദ ഹീറ്റിംഗ് എലമെൻറ്റ് ഇഫ് ദ റൂട്ട് ടെമ്പറേച്ചർ ഈ 27 ഡിഗ്രി സെൽഷ്യസ്? അപ്പോൾ ഈ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ആദ്യത്തെ എന്ത്? T1. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പോൾ 2.8 ആംപിയർ ആയപ്പോൾ എന്ന് പറഞ്ഞാൽ T2 എത്രയാണെന്നാ ക്വസ്റ്റ്യൻ? ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. R1 കിട്ടും, R2 കിട്ടും, T1 കിട്ടി, T2 കാണണം, ആൽഫ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മാറിപ്പോണത് ശ്രദ്ധിക്കുക. എ റെസിസ്റ്റൻസ് കോയിൽ മാർക്ക്ഡ് 3 ohm R1
is found to have a true resistance of 3.115 ohm R2 at 300 Kelvin. അപ്പോൾ ഇതാണ് T2. കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് മാർക്കിംഗ് ഈസ് കറക്റ്റ്. അപ്പോൾ ഇതാണ് 300 Kelvin ആണ് T1 വരുന്നത്. T2 കാണണം, ആൽഫ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി ഞങ്ങൾ R1 ഉണ്ട്, R2 ഉണ്ട്, T1 ഉണ്ട്, T2 കാണണം, ആൽഫ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. അതിൻ്റെ സൊല്യൂഷനും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതെല്ലാം കൂടെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ.